ഇനീഷ്യൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. പേര്? വിദ്യ. സ്ഥലം? കിളിമാനൂര്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഷിനി. സ്ഥലം? പത്തനാപുരം. എന്ത് ചെയ്യുന്നു? വർക്ക്. പവിത്ര. ഡിഗ്രി പഠിക്കുന്നു. സ്ഥലം? ഒരു ഫാമിലിയാണോ? ആണ്. എന്താ റിലേഷൻ? സിസ്റ്റേഴ്സ് ആണ്. സിസ്റ്റേഴ്സ്. ഇത് എൻ്റെ മോള്, ഇത് മോൻ, മറ്റേത് ആ ചെറിയത് എൻ്റെ മോൻ. ഓക്കെ. വെറുതെ കറങ്ങാനായിട്ട് ഇറങ്ങിയതല്ലേ? ഈ ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? ഇഞ്ചോടിഞ്ച്? ഇല്ല. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. അത് ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നവർക്കാണ് സമ്മാനം. ആൻസർ മനസ്സിലുള്ള എന്തായാലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, തുറന്ന് പറയണം. 20 സെക്കൻഡിനുള്ളിൽ പറയണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഒരു മീനിനെ പിടിച്ചു കരക്കിട്ടാൽ എന്ത് പറ്റും? മണ്ണ് പറ്റും. മണ്ണ് പറ്റും. കറക്റ്റ് ആൻസറാണ്. വെരി ഗുഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴേക്ക് ചാടാൻ പറ്റുന്ന ഒരു നിറമുണ്ട്, ഏതാണെന്നറിയോ? താഴേക്ക് ചാടാൻ പറ്റുന്ന ഒരു നിറം. താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം. താഴേക്ക് ചാടാൻ പറ്റുന്ന ഒരു നിറം. ഓറഞ്ച് അല്ല. ടൂറിസ്റ്റ് പ്ലേസിലേക്ക് കാണുന്ന ഒരു നിറം. ടൂറിസ്റ്റ് പ്ലേസ്, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിൽ ഇത് ആസ്വദിക്കാനായിട്ടൊക്കെ പോകും, ഇരിക്കും, കാറ്റ് കൊള്ളും, അങ്ങനെയൊക്കെയുണ്ട്. താഴേക്ക് ചാടാൻ താഴോട്ട് ചാടുന്ന ഒരു നിറം. നീലല്ല. അറിയില്ല. ബ്ലാക്ക്. മലയാളം. മലയാളീസിനുള്ള പ്രോഗ്രാമായിരുന്നു. താഴേക്ക് ചാടാൻ പറ്റുന്ന നിറം. ചാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിറമാണ്. എന്ത് ചാട്ടം? പച്ചല്ല. ചാട്ടവുമായിട്ട് ആ ഒരു കളറൊന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരാൾ ആ ഒരു കളറിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ പറയത്തില്ല. അതിന്റെ റീസൺ വെള്ളച്ചാട്ടം കറക്റ്റ് ആൻസറാണ്. അപ്പൊ 2 ക്വസ്റ്റിന്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. 100 ആന വന്നാലും എടുത്തു മാറ്റാൻ പറ്റാത്തൊരു വട്ടച്ചെമ്പുണ്ട്, എന്താണ്? നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിലൊക്കെ കാണും. കിണർ. കറക്റ്റ്. അവിടെ ആൻസർ ഒക്കെ വന്നു. ഒന്നുകൂടായിരുന്നു മത്സരിക്കാൻ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി താഴേക്ക് വീഴും, അതുപോലെ മുകളിലേക്ക് പോകുന്ന മറ്റൊരു സാധനം. മഴ പെയ്യുമ്പോൾ മഴത്തുള്ളി താഴേക്കല്ലേ വരുന്നേ? ആ സമയത്ത് മുകളിലേക്ക് പോകുന്ന മറ്റൊരു സാധനമുണ്ട്, എന്താണ്? നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. ഇത് കൂടെ ഞാൻ പറയത്തില്ല. ഈ ഒരു സാധനം ഉപയോഗിക്കും. നമ്മളൊക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കാറുണ്ട്. മഴത്തുള്ളി മഴ പെയ്യുമ്പോൾ ഉപയോഗിക്കും. ഇതിൽ കൂടുതൽ ക്ലൂസ് ഒന്നുമില്ല. വയസ്സാണോ അവിടെ നിന്ന് കിട്ടിയത്? കൂട കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ഓടിട്ട വീട്, പക്ഷെ എത്ര മഴ പെയ്താലും ചോരും. എന്തുകൊണ്ട്? ഒരു ഓടിട്ട വീടല്ലേ? കറക്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഓരോ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ചേച്ചി മാത്രം 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. ശരിയാണല്ലേ? 2 ക്വസ്റ്റിന്റെ ആൻസർ ആയി. ഇവിടെ ചേച്ചിയാണ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ വീതം പറഞ്ഞുകൊണ്ട് അമ്മയും മകളും തമ്മിലുള്ള അങ്ങനെ ഒരു കോമ്പറ്റീഷൻ വേണോ? ഞാൻ ഉണ്ടാക്കും കോമ്പറ്റീഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പുട്ട് വഴിയിൽ ബ്രേക്ക് ഓഫ് ആയ കാറും തമ്മിലുള്ള ബന്ധം എന്താണ്? പുട്ട് രണ്ടും തള്ളിയാലേ പുറത്തുള്ളൂ. തള്ളു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാൾക്ക് കുളിക്കണം, ഉപ്പും പായസവും മാത്രമേ വീട്ടിലുള്ളൂ, എങ്ങനെ കുളിക്കും? അപ്പൊ ഈ കുളത്തിന്റെ കാര്യം നേരത്തെ കേട്ടിട്ടുണ്ടല്ലേ? എവിടെയാ കേട്ടത്? റീൽസില്. ഞാൻ തന്നെ ആയിരിക്കും. എന്റെ പേര് അനുശ്രീ. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അല്ല, ഇയാളെ പാടും. ഇയാളെ പാടുമെന്ന് ഇയാള് പറഞ്ഞു. പാടും. 2 വരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8 കാലിയുടെ ഒരു കാല് നഷ്ടപ്പെട്ടാൽ അതിനെ എന്ത് വിളിക്കും? 7 കാലിയല്ല, 8 കാലി തന്നെ വിളിക്കും. കറക്റ്റ് ആണ്. 3 ക്വസ്റ്റ്യനായി. ഇവിടെയും 3 ക്വസ്റ്റ്യനായി. 4. ഇവിടെ 3, ഇവിടെ 1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ്? ഒന്നുകൂടെ കുറച്ചുകൂടെ. മായ. കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു, ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു. എന്താണ്? കോട്ടുവ അല്ല. ചേച്ചിക്ക് കോട്ടുവയാണ് സാധാരണ വരുന്നത്. സ്വപ്നമല്ല. ചിന്ത. ഉറക്കത്തിലും ഒരു പ്രാവശ്യമുണ്ട്, ഉണരുമ്പോഴും ഒരു പ്രാവശ്യമുണ്ട്. എന്താണ്? അവൾ 6 ക്വസ്റ്റ്യൻ. എന്താണ് പേര്? പവിത്രമായിട്ട് 6 ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞു. ഇന്നത്തെ എഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി പവിത്രയാണ്. പവിത്രയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ. ബൈ ബൈ എല്ലാവരും പറഞ്ഞു. ബൈ ബൈ.